ഇന്ന് നമ്മൾ ഓണിയൻ എഗ് ബജി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. മുട്ടയും അതുപോലെ തന്നെ സവോളയും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു 4 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഉപ്പാണ്, അത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ്, അത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം കായത്തിൻ്റെ പൗഡറും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ശേഷം ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി നോക്കുക. വെള്ളം ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഓണിയൻ എഗ് ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് പുഴുങ്ങിയ മുട്ട ഇതുപോലെ കുറച്ച് കട്ടിയിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം വീണ്ടും കുറച്ചുകൂടെ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പതിയെ നമ്മൾ വിരലിലേക്ക് ഇതുപോലെ കമഴ്ത്തിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ബാച്ചിൽ 4 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഉള്ളിൽ എഗ് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ഇതുപോലെ 4 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇട്ട് കൊടുത്തൊരു ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമാണ് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.